ഹായ്, ഇന്ന് പറയാൻ പോകുന്നത് SFR റേഷ്യോ അഥവാ സ്റ്റിമുലസ് ടു ഫറ്റീഗ് റേഷ്യോയെ കുറിച്ചാണ്. ഇതിൽ നമ്മൾ ഒരു എക്സസൈസ് സെലക്ട് ചെയ്യുന്നതിൽ ഈ സ്റ്റിമുലസ് ടു ഫറ്റീഗ് റേഷ്യോയുടെ ഇമ്പോർട്ടൻസ് ഇത് എന്താണ്, ഇത് എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, സ്റ്റിമുലസ് ടു ഫറ്റീഗ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സർസൈസ്, ഒരു സേർട്ടൺ എക്സസൈസ് അഥവാ ഒരു ടെക്നിക്ക് ഒരു ടാർഗറ്റ് ചെയ്തിരിക്കുന്ന മസിലിൽ എത്രമാത്രം മസിൽ ഗ്രോത്ത് സ്റ്റിമുലസ് ഉണ്ടാക്കാൻ കഴിയുന്നു അതിന്റെയും, അതുപോലെ തന്നെ അതേ ടൈം ആ പാർട്ടിൽ എത്രമാത്രം ഫറ്റീഗ്, മസിൽ ഫൈബേഴ്സിന് എത്രമാത്രം ഫറ്റീഗ് ഉണ്ടാക്കാൻ കഴിയും അതിന്റെ റേഷ്യോ ആണ് SFR റേഷ്യോ. ഇപ്പൊ നിങ്ങളുടെ ഗോള് ഹൈപ്പർട്രോഫി ആണ്, അതായത് മസിലിന്റെ സൈസ് കൂട്ടുക എന്നതാണ്. പ്രൈമറി ഗോള് ഹൈപ്പർട്രോഫി ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ SFR റേഷ്യോ എപ്പോഴും ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. അതായത് മസിൽ ഗ്രോത്ത് സ്റ്റിമുലസ് ആ എക്സസൈസ് ആ പാർട്ടിൽ ഇൻഡ്യൂസ് ചെയ്യുന്നത് മാക്സിമം ആയിരിക്കണം ആസ് കമ്പയർഡ് ടു ദിസ് ഫറ്റീഗ് ഒക്കേർഡ്. അതുകൊണ്ടാണ് ഹൈപ്പർട്രോഫി ട്രെയിനിങ്ങിൽ നമ്മൾ റെപ്പറ്റീഷന്റെ എണ്ണം കൂട്ടിയ എക്സസൈസുകൾ സെലക്ട് ചെയ്യുക. അപ്പൊ മാക്സിമം റെപ്പറ്റീഷൻ ചെയ്യാൻ പറ്റുന്ന എക്സസൈസ്, അതായത് ഒരു 12 to 15 നമ്പർ റെപ്പറ്റീഷൻസ് ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകൾ ഇൻക്ലൂഡ് ചെയ്യും. ഗോള് സ്ട്രെങ്ത് ആണ്, അതായത് ഫങ്ഷണൽ സ്ട്രെങ്ത് കൂട്ടുക എന്നതാണെങ്കിൽ SFR റേഷ്യോ എക്സസൈസിന്റെ എപ്പോഴും ലെസ് ദാൻ 1 ആയിരിക്കണം. അതായത് മാക്സിമം മസിൽ റിക്രൂട്ട്മെന്റ് ആണ്, മസിൽ ഫൈബേഴ്സിന്റെ റിക്രൂട്ട്മെന്റ് ആണ് സ്ട്രെങ്ത് ട്രെയിനിങ്ങിൽ വേണ്ടുന്നത്. അതുകൊണ്ട് മസിൽ ഗ്രോത്ത് സ്റ്റിമുലസ് എപ്പോഴും ലെസ് ആയിരിക്കും, ഫറ്റീഗ് ഒക്കർ ചെയ്യുന്നത് ഗ്രേറ്റർ ആയിരിക്കും. എന്നാൽ മാത്രമേ പ്രോപ്പർ ആയിട്ട് നമുക്ക് ഫങ്ഷണൽ സ്ട്രെങ്ത് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റും. ഇപ്പൊ SFR റേഷ്യോ നമുക്ക് ലെഗ് പ്രസിന്റെ, അതായത് ലെഗിന്റെ എക്സസൈസുകളായ ലെഗ് പ്രസിന്റെയും സ്ക്വാട്ടിന്റെയും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ലെഗ് പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ എയർലി ഫറ്റീഗ് ആവത്തില്ല, പെട്ടെന്ന് ഫറ്റീഗ് ആവത്തില്ല. അതിന്റെ കാരണം എന്ന് പറയുമ്പോൾ അതിന്റെ SFR റേഷ്യോ എപ്പോഴും ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. അതായത് ഫറ്റീഗ് ഉണ്ടാക്കുന്ന റേറ്റ് എപ്പോഴും കുറവായിരിക്കും ആസ് കമ്പയർഡ് ടു മസിൽ ഗ്രോത്ത് സ്റ്റിമുലസ്. സോ ഇത് ഹൈപ്പർട്രോഫി നമ്മുടെ ഗോള, ഒരു പ്രൈമറി ഗോളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസ് ആണ് ലെഗ് പ്രസ് അല്ലെങ്കിൽ ഗൈഡഡ് പാത്വേയിൽ ചെയ്യുന്ന ലെഗിന്റെ എക്സസൈസുകൾ. അപ്പം എയർലി ഫറ്റീഗ് ഉണ്ടാവത്തില്ല, മാക്സിമം മസിൽ ഗ്രോത്ത് സ്റ്റിമുലസ് അതിൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും ആസ് കമ്പയർഡ് ടു സ്ക്വാട്ട്. സ്ക്വാട്ടിന്റെ SFR റേഷ്യോ എന്ന് പറയുമ്പോൾ എപ്പോഴും ലെസ് ദാൻ 1 ആയിരിക്കും. അതായത് സ്ക്വാട്ട് ചെയ്യുമ്പോൾ നമ്മൾ എയർലി ഫറ്റീഗ് ആയി പോകുന്നത് കാരണം അതുകൊണ്ടാണ്. അത് ടാർഗറ്റ് ചെയ്യുന്ന പാർട്ടിൽ ഉണ്ടാക്കുന്ന ഫറ്റീഗ് മസിൽ ഗ്രോത്തിനെക്കാട്ടി കൂടുതൽ, ഫറ്റീഗ് റേറ്റ് എന്ന് പറയുന്നത് മസിൽ ഗ്രോത്തിനെക്കാട്ടി കൂടുതലായിരിക്കും. ഇപ്പൊ നിങ്ങൾ സ്ട്രെങ്ത് ട്രെയിനിങ് ആണ് നിങ്ങളുടെ പ്രധാന, അല്ല സ്ട്രെങ്ത്, അത് ഫങ്ഷണൽ സ്ട്രെങ്ത് ഗെയിൻ ചെയ്യുക എന്നതാണ് നിങ്ങളുടെ പ്രൈമറി ഗോളെങ്കിൽ നിങ്ങൾക്ക് സ്ക്വാട്ട് ഓപ്റ്റ് ചെയ്യാം. ആ ലെഗ് പ്രസിനെ കാട്ടിയോ അതല്ലെങ്കിൽ ഗൈഡർ പാത്വേയിൽ സ്മിത്തിൽ സ്ക്വാട്ട് ചെയ്യുന്നതിനെ കാട്ടിയോ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസ് ആണ് ഫ്രീ സ്ക്വാട്ട് എന്ന് പറയുന്നത്.